നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയക്കാരുടെ അനഭിലഷണീയമായ പ്രവണതകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്നും വി.എം. സുധീരൻ. ചരിത്രവും ചരിത്ര നായകന്മാരുമൊന്നും തിരോധമാക്കപ്പെടേണ്ടവരല്ലെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തിന്റെ സംസ്കൃതി കാത്തുസൂക്ഷിക്കാൻ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നതായുള്ള പരാതി സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന മലപ്പുറം ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രമേയം. ജില്ലയിൽ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ പരമാവധി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബിസിനസ് കോൺക്ലേവിന് പെരിന്തൽമണ്ണ വേദിയാകും. ഫെബ്രുവരി 2, 3 തീയതികളിലായി നടക്കുന്ന സെമിനാർ വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ് ഉദ്ഘാടനം ചെയ്യും. മലബാറിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം എം.എൽ.എ. കോട്ടയം മണ്ണാർക്കാട് പാലക്കയം സർവീസ് വെട്ടിച്ചുരുക്കി കെ.എസ്.ആർ.ടി.സി. 30 വർഷമായി ഉണ്ടായിരുന്ന സർവീസാണ് മണ്ണാർക്കാട് വരെയാക്കി ചുരുക്കിയത്. മലയോര മേഖലയായ പാലക്കയത്തുകാർക്ക് തിരിച്ചടിയായത് കെ.എസ്.ആർ.ടി.സിയുടെ പുതിയ പരിഷ്കാരങ്ങൾ. വിശദമായ വാർത്തകൾ. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ. രാഷ്ട്രീയക്കാരുടെ അനഭിലഷണീയമായ പ്രവണതകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും വി.എം. സുധീരൻ പറഞ്ഞു. കോൺഗ്രസ് നേതാവ് സി സേതുമാധവന്റെ ശതാഭിഷേക ആഘോഷം പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.എം. സുധീരൻ. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നുള്ള രാഷ്ട്രീയത്തിൽ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതാവ് വി.എം. സുധീരൻ പറഞ്ഞു. പലർക്കും തുറന്നു പറയാൻ വൈമനസ്യമുള്ള കാര്യങ്ങളാണ് തുറന്നു പറയുന്നത്. താനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ സത്യസന്ധമായി ആത്മപരിശോധന നടത്തണം. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അനഭിലഷണീയമായ പ്രവണതകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും വി.എം. സുധീരൻ അഭിപ്രായപ്പെട്ടു. ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന വലിയ ഒരു പ്രവർത്തകനാണ് ഞാൻ. ഇന്നുള്ള രാഷ്ട്രീയ സമൂഹം, ഞാൻ തുറന്നു പറയുകയാണ്, എൻ്റെ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സമൂഹം സത്യസന്ധമായ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാലത്തിലൂടെയാണ് കടന്നു പലർക്കും തുറന്ന് സമ്മതിക്കാൻ വൈമനസ്യം കണ്ടേക്കാം. പക്ഷെ ഞാൻ തുറന്നു പറയുകയാണ്, ഇന്നത്തെ ശൈലി രാഷ്ട്രീയ രംഗത്ത് പ്രകടമാകുന്ന അനപരിശീലനീയമായ പ്രവണതകൾ ജനാധിപത്യ സമൂഹത്തിന് ഭീഷണിയാണ് വളർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും അപകടകരമായ അവസ്ഥയിലാണ്. ജനാധിപത്യം ധ്വംസിക്കുന്ന പ്രവർത്തനമാണ് പാർലമെന്റിൽ നടത്തുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ ഇന്ത്യയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്നും വി.എം. സുധീരൻ വ്യക്തമാക്കി. ഈ രാജ്യത്ത് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം നടക്കേണ്ട ഒരു സന്ദർഭമാണ് സമാഗതമായിട്ടുള്ളത്. സമാന ചിന്താഗതിയുള്ള മുഴുവൻ രാഷ്ട്രീയ സമൂഹവും ഒറ്റക്കെട്ടായി വ്യത്യസ്തതകൾ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ആ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക. വിയോജിക്കേണ്ടത് വിയോജിക്കുക, വ്യത്യസ്തതകൾ പറയേണ്ടത് പറയാം. അതേ സമയത്ത് ആത്യന്തികമായ രാജ്യത്തിൻ്റെ ജനസമൂഹത്തിൻ്റെ ശത്രുക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ശത്രുക്കളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഉജ്ജ്വലമായ ജനാധിപത്യ പ്രക്രിയ, അതാണ് ഞാൻ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത്. നാം നിലനിർത്തിപ്പോന്ന മതേതര മൂല്യങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികാരം നേടാൻ എന്നതിലുപരി ജനസേവനത്തിനു വേണ്ടിയായിരുന്നു മുൻഗാമികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നത്. ആ മൂല്യങ്ങൾ തകർന്നടിയുന്ന അവസ്ഥയാണിന്ന്. സി സേതുമാധവനെ പോലെ നിസ്വാർത്ഥരും നിശ്ചയദാർഢ്യമുള്ള നേതാക്കളെയാണ് നാടിനാവശ്യമെന്നും വി.എം. സുധീരൻ കൂട്ടിച്ചേർത്തു. അലങ്കാർ ഓഡിറ്റോറിയത്തിൽ നടന്ന സി സേതുമാധവന്റെ ശതാഭിഷേക ആഘോഷത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, പ്രവർത്തകർ, ബന്ധുക്കൾ തുടങ്ങിയ ഒട്ടേറെ പേർ പങ്കെടുത്തു. മുതിർന്ന CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി സി സേതുമാധവന് തലപ്പാവ് അണിയിച്ചു. സി സേതുമാധവൻ നാടിൻ്റെ പൊതുവിഷയങ്ങളിൽ എല്ലാവരോടും സൗഹൃദം പങ്കിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്ന ജനകീയ നേതാവാണെന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. പൊതുപ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായ, അങ്ങനെയുള്ള നമുക്ക്
ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗുണവിശേഷങ്ങൾ പറയാൻ എത്രയുണ്ടോ അതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ സേതുമാധവൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കറുത്ത പുള്ളി വീഴാതെ ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി നിൽക്കുകയും രാജ്യത്ത് ഏത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിൽ സഹകരിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു പോന്നിട്ടുള്ള ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് നമ്മളുടെ സേതുവേട്ടൻ. DCC പ്രസിഡന്റ് VS ജോയ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശതാഭിഷേക സപ്ലിമെന്റ് സഹസ്ര പൗർണമി അബ്ദുസമദ് സമദാനി MP പ്രകാശനം ചെയ്തു. നേതാക്കളുമായി പ്രവർത്തകരുമായി അദ്ദേഹം പുലർത്തുന്ന സ്നേഹ സമ്പർക്കങ്ങൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ വ്യക്തിത്വത്തിന്റെ ഒരു വളരെ വലിയൊരു അലങ്കാരമാണ്. ഒരു പക്ഷേ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുപ്പക്കാരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഈ ജില്ലയുടെ വലിയ സംഭാവനയായിരുന്ന ആര്യാടൻ മുഹമ്മദ് ആയിരുന്നെങ്കിൽ അതുപോലെ അതിന്റെ അടുത്തോ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രവർത്തിച്ചത് നാലകത്ത് സൂഫി സാഹിബാണ് എന്ന് നമുക്ക് ചേർത്ത് പറയേണ്ടി വരും. കാരണം ഇവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലുള്ള അടുപ്പം അവർ പലപ്പോഴും നമ്മൾക്ക് മനസ്സിലാക്കിയതിനേക്കാൾ അഗാധമാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ സേതുമാധവനെ പൊന്നാട അണിയിച്ചു. MK രാഘവൻ MP, MLA മാരായ P അബ്ദുൾ ഹമീദ്, മഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം, CPM മുൻ ജില്ലാ സെക്രട്ടറി PP വാസുദേവൻ, മുൻ MP C ഹരിദാസ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ P രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ MLA മാരായ CP മുഹമ്മദ്, K ചന്ദ്രൻ, V ശശികുമാർ, AICC അംഗം E മുഹമ്മദ് കുഞ്ഞി, KPCC സെക്രട്ടറി V ബാബുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, നഗരസഭ ചെയർമാൻ P ഷാജി, KPCC അംഗം ബെന്നി തോമസ്, VA കരീം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ, MM സക്കീർ ഹുസൈൻ, MP ഫസൽ മുഹമ്മദ്, CK ഹാരിസ്, മണ്ഡലം പ്രസിഡന്റ് TK രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നതിനെതിരെ സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന മലപ്പുറം ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രമേയം. കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ജല അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പുകളുടെ ഏകോപനം വേണമെന്നും ജില്ലാ വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. എംബാർക്കേഷൻ പോയിന്റായി തിരഞ്ഞെടുത്ത കരിപ്പൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് തീർത്ഥാടകരിൽ നിന്നും യാത്രാ ചാർജായി ഇരട്ടിയിലധികം തുക ഈടാക്കാനുള്ള വിമാന കമ്പനികളുടെ തീരുമാനം പിൻവലിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും മലപ്പുറം ജില്ലാ വികസന സമിതി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഹജ്ജിന് പോകുന്നവരിൽ 70% പേരും കരിപ്പൂർ വിമാനത്താവളത്തെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നുള്ള തീർത്ഥാടകരോട് മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരട്ടിയിലധികം തുക ഈടാക്കാനാണ് എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾ തീരുമാനിച്ചിട്ടുള്ളത്. ഹജ്ജ് യാത്രക്കാർക്ക് വൻ സാമ്പത്തിക ചെലവ് വരുന്നതിനൊപ്പം കരിപ്പൂരിന് യാത്രക്കാർ കൈയൊഴിയുന്നതിനും ഇത് കാരണമാവുമെന്നും പ്രമേയം അവതരിപ്പിച്ച TV ഇബ്രാഹിം MLA ചൂണ്ടിക്കാട്ടി. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA പ്രമേയത്തെ പിന്താങ്ങി. കുടിവെള്ള പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ജല അതോറിറ്റി, പൊതുമരാമത്ത് വകുപ്പുകളുടെ ഏകോപനം ആവശ്യമാണെന്ന് യോഗത്തിൽ ജനപ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. കുടിവെള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്കായി റോഡുകൾ വെട്ടിപ്പൊളിച്ചാൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ധാരണയിലെത്തണം. റോഡ് കട്ടിംഗ് അനുമതിക്കുള്ള അപേക്ഷകളിൽ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കണം. ഇരുവകുപ്പുകളുടെയും യോജിച്ചുള്ള പ്രവർത്തനമുണ്ടെങ്കിലേ സമയബന്ധിതമായി വികസന പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാവൂ എന്നും ജനപ്രതിനിധികൾ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി പരമാവധി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാൻ ഫയർഫോഴ്സ്, പോലീസ് വകുപ്പുകളോട് ജില്ലാ കളക്ടർ VR വിനോദ് നിർദ്ദേശിച്ചു. 1 മാസത്തിനിടെ 4 കുട്ടികളാണ് ജില്ലയിൽ ജലാശയങ്ങളിൽ വീണ് മരണപ്പെട്ടത്. റോഡ് വികസനം, കെട്ടിട നിർമ്മാണം തുടങ്ങിയ വികസന പ്രവൃത്തികൾ നടക്കുന്നിടങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകൾ ഉറപ്പാക്കുന്നതിന് അതാതു വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
ബിസിനസ് സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി പെരിന്തൽമണ്ണ ഒരുങ്ങുന്നു. മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബിസിനസ് കോൺക്ലേവിന് ഫെബ്രുവരി 2-3 തീയതികളിൽ പെരിന്തൽമണ്ണ വേദിയാകും. ചെറുതും വലുതുമായ ബിസിനസ് സംരംഭങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് പിന്തുണ നൽകി സ്കെയിലപ്പ് വില്ലേജുകൾ സ്ഥാപിച്ച് അവസരം നൽകി അവരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അസാപ്, നോളജ് എക്കണോമി മിഷൻ, KSIEDC എന്നീ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പെരിന്തൽമണ്ണയിൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വനിതകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ ബിസിനസ് കാഴ്ചപ്പാടുകൾക്ക് പിന്തുണ നൽകുക ലക്ഷ്യത്തോടെയാണ് പെരിന്തൽമണ്ണയിൽ ഇത്തരമൊരു കോൺക്ലേവിന് നേതൃത്വം നൽകുന്നതെന്ന് നജീബ് കാന്തപുരം MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബിസിനസ്സുമായോ സംരംഭങ്ങളുമായോ ബന്ധമുള്ള ആർക്കും സൗജന്യമായി കോൺക്ലേവിൽ പങ്കെടുക്കാം. 5 വേദികളിലായി വിവിധ സെക്ഷനുകൾ ക്രമീകരിക്കും. വൻ പട്ടണങ്ങളിൽ മാത്രം നടത്തിയിരുന്ന ഇത്തരം ഇവന്റുകൾ മലബാറിലേക്ക് കൊണ്ടുവന്ന് ബിസിനസ് സംരംഭങ്ങളെ കൂടുതൽ ജനകീയമാക്കുകയാണ് ഉദ്ദേശമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ മാത്രം നടക്കുന്ന ഒരു ബിസിനസ് ഇവന്റിനെ നമ്മൾ മലബാറിലേക്ക് യഥാർത്ഥ ബിസിനസ്സുകാരുള്ള, യഥാർത്ഥ ബിസിനസ് മനസ്സുള്ള മനുഷ്യരുള്ള മലബാറിലേക്ക് ഇത് കൊണ്ടുവരികയും ഇതിനൊരു ജനകീയമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിസിനസ് കോൺക്ലേവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സിനെ ജനകീയമാക്കുക എന്ന ഒരാശയമാണ്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ബിസിനസ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഓൺട്രപ്രണേഴ്സ് ആകാൻ പറ്റും, എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ആ വരുമാനം വഴി എല്ലാവരുടെയും ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും. അതിൽ നമുക്കൊരു നല്ല റോൾ എടുക്കുകയാണെങ്കിൽ അത് ഈ നാടിൻ്റെ തന്നെ ഒരു പുതിയ ഒരു സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും. കൂടുതൽ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരാനും അതുവഴി പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയുമാണ് സ്കെയിൽ അപ്പ് കോൺക്ലേവിൻ്റെ മുഖ്യ ലക്ഷ്യം. രാജ്യത്തിനകത്തും പുറത്തുമായുള്ള പ്രമുഖ സംരംഭകരുടെയും വ്യവസായികളുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രാദേശിക സംരംഭകരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് പെരിന്തൽമണ്ണയിൽ സംയോജിത ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇതിന് വ്യവസായ മന്ത്രിയുടെയും വ്യവസായ വകുപ്പിൻ്റെയും സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളുടെയും സമ്പൂർണ്ണമായ പിന്തുണയുണ്ടെന്ന് നജീബ് കാന്തപുരം MLA സൂചിപ്പിച്ചു. നമ്മളൊരു കൺസൾട്ടൻസി ഫേം പോലെ നമുക്ക് തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു കുടക്കീഴിൽ വന്നാൽ ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന മലബാറിലെ ആദ്യത്തെ ഇനീഷ്യേറ്റീവിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ സ്കെയിലപ്പ് കോൺക്ലേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാരിലേക്ക് ഒരു ബിസിനസ് സ്വപ്നങ്ങളെ പങ്കുവെക്കുന്ന ഒരു ഇവൻ്റാണ്. അതിനിന്ന് കേരളത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ ഓൺട്രപ്രണേഴ്സ് വരുന്നു. അതുപോലെ ബഹുമാന്യനായ വ്യവസായ മന്ത്രിയും വ്യവസായ വകുപ്പും സമ്പൂർണ്ണമായ പിന്തുണയുമായി വരുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമ്മുടെ കൂടെ വരുന്നു, KSIDC നമ്മുടെ കൂടെ വരുന്നു, കേരള നോളജ് ഇക്കോണമി മിഷൻ നമ്മുടെ കൂടെ വരുന്നു, അസാപ്പ് നമ്മുടെ കൂടെ വരുന്നു. സർക്കാരിൻ്റെ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു. ഇതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു മിഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് ബിസിനസ് MBA കോഴ്സ് ചെയ്യുന്ന ലീഡ് കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷീ കണക്റ്റ് പോലെയുള്ള നിരവധി വനിതാ സംരംഭകരുടെ കൂട്ടായ്മകൾ നമ്മുടെ കൂടെ നിൽക്കുന്നു. ഈ പെരിന്തൽമണ്ണയിലെ വ്യാപാരി സമൂഹം, മലബാറിലെ വ്യാപാരി സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നു. ഇതെല്ലാം ഒരു പുതിയ തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവായ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു വലിയ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കാണുന്നത്. 2 ദിവസത്തെ കോൺക്ലേവിൽ വ്യവസായ സംരംഭ രംഗങ്ങളിലെ പ്രമുഖർ വിവിധ സെക്ഷനുകളിൽ സംസാരിക്കും. സംരംഭകർക്കും ഈ രംഗത്തേക്ക് പുതുതായി കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ എല്ലാ സഹായങ്ങളും കോൺക്ലേവ് ഉറപ്പാക്കും. ഇത് കേവലം ഒരു കോൺക്ലേവ് പ്രോഗ്രാം അല്ലെന്നും വ്യവസായ വില്ലേജും ഇൻഡസ്ട്രിയൽ പാർക്കും സാധിച്ചുകൊണ്ട് സംരംഭകരെ സജീവമാക്കുകയാണ് ലക്ഷ്യമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. കേവലം ഒരു പ്രോഗ്രാം നടത്തി പിരിയുകയല്ല, പ്രോഗ്രാമിന് ശേഷമുള്ള പ്രോജക്റ്റിനെ കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇവൻ്റ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അത് സ്കെയിലപ്പ് വില്ലേജ് എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ നമ്മളൊരു വ്യവസായ കേന്ദ്രം ആരംഭിക്കാൻ പോവുകയാണ്, ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ പോവുകയാണ്. ഈ ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് വരുന്നത് ചെറിയ തോതിൽ വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർക്കിതെങ്ങനെ സ്കെയിലപ്പ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയില്ല. അപ്പോൾ ഇങ്ങനെ വളരെ ചെറുതായി വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന മുഴുവൻ ആളുകളെയും സ്കെയിലപ്പ് ചെയ്ത്
ഇതൊരു ഓൺട്രപ്രണറിയൽ കൾച്ചറുള്ള ഒരു കേന്ദ്രമാക്കി പെരിന്തൽമണ്ണയെ മാറ്റണം എന്നതാണ് ഈ ഇവന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണക്കാരായ സംരംഭകർക്ക് കോൺക്ലേവ് ഏറെ ഗുണകരമാവും. ചർച്ചകളും പരിശീലന പരിപാടികളും നടക്കും. ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സ്കെയിലപ്പ് കോൺക്ലേവ് ഫെബ്രുവരി 3 ശനിയാഴ്ച രാവിലെ 9:30 വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി, ഡോക്ടർ അസാദ് മൂപ്പൻ, MV ശ്രേയാംസ് കുമാർ, അനീഷ് അച്യുതൻ, നവാസ് മീരാൻ, ഹരികിഷോർ IAS, ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ ഉഷ ടൈറ്റസ്, സന്തോഷ് ജോർജ് കുളങ്ങര തുടങ്ങിയ പ്രമുഖർ വിവിധ സെക്ഷനുകളിൽ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ കോൺക്ലേവിൻ്റെ മുഖ്യ സ്പോൺസറായ താരാകാർട്ട് ഗ്രൂപ്പ് CEO നദീം സഫ്രാൻ, സ്കെയിൽ അപ്പ് കോൺക്ലേവ് CEO നദീം അഹമ്മദ് എന്നിവരും സംബന്ധിച്ചു. കോട്ടയം മണ്ണാർക്കാട് പാലക്കയം KSRTC സർവീസിൻ്റെ 30ാം വാർഷികത്തിൽ പാലക്കയത്തേക്കുള്ള സർവീസ് വെട്ടിച്ചുരുക്കി KSRTC. സൂപ്പർഫാസ്റ്റിന് പകരം സ്വിഫ്റ്റ് സർവീസ് ആരംഭിച്ചതാണ് മലയോര കുടിയേറ്റ മേഖലയിലുള്ളവർക്ക് തിരിച്ചടിയായത്. സ്വിഫ്റ്റ് അധികൃതരുടെ നിർബന്ധമാണ് പാലക്കയം സർവീസ് നിർത്തിയതിന് പിന്നിൽ. 10 ദിവസം മുൻപാണ് ഈ റൂട്ടിൽ സൂപ്പർഫാസ്റ്റ് ബസ് പിൻവലിച്ച് ഷിഫ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചത്. എന്നാൽ ഞായറാഴ്ച മുതൽ സർവീസ് മണ്ണാർക്കാട് അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചുള്ള ഉത്തരവ് ശനിയാഴ്ചയാണ് ഇറങ്ങിയത്. കോട്ടയം ഡിപ്പോയിൽ വരുമാനത്തിൽ A ക്ലാസ് സർവീസായാണ് കോട്ടയം പാലക്കയം സർവീസ്. ഉച്ചയ്ക്ക് 12:50 കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന സർവീസ് രാത്രി 8 മണിക്ക് പാലക്കയത്തെത്തും. രാവിലെ 4:15 പാലക്കയത്ത് നിന്ന് ആരംഭിച്ച് 11 മണിക്ക് കോട്ടയത്തെത്തും. പാലക്കയം മേഖലയിലുള്ളവർക്ക് പുലർച്ചെ മണ്ണാർക്കാട് എത്താനുള്ള ഏക ആശ്രയമായിരുന്നു ഈ സർവീസ്. പാലക്കയത്തു നിന്ന് കോട്ടയത്തേക്ക് പോകുന്നവരും ഈ ബസ്സിനെയാണ് ആശ്രയിച്ചിരുന്നത്. ദൂരസ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നവർ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ 3 പതിറ്റാണ്ടായുള്ള യാത്രാ സൗകര്യമാണ് ഇല്ലാതാകുന്നത്. കോട്ടയം സർവീസ് ഇല്ലെങ്കിൽ പിന്നെ കാഞ്ഞിരപ്പുഴയിലെത്തി 6:30 ബസ് പിടിക്കണം. അടിയന്തരമായി കോട്ടയം പാലക്കയം സർവീസ് പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഏലംകുളം കുലുക്കല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് എളാട് മപ്പാട്ടുകര പാലം വിഷയത്തിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. അനുയോജ്യമായ സ്ഥാനത്ത് പാലം വേണമെന്നും പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഏലംകുളം പഞ്ചായത്തിലെ എളാടിനെയും കുലുക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നത് ഇരു പ്രദേശത്തുകാരുടെയും പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ്. പാലം യാഥാർത്ഥ്യമായാൽ പട്ടാമ്പി, ഷൊർണൂർ, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലെ 10,000-കണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുത്താനാവും. രോഗികളും വിദ്യാർത്ഥികളുമടക്കം പെരിന്തൽമണ്ണയെ ആശ്രയിക്കുന്നവർക്ക് നിലവിൽ 30 കിലോമീറ്റർ സഞ്ചരിക്കണം. പാലം യാഥാർത്ഥ്യമായാൽ ദൂരം 13 കിലോമീറ്ററായി കുറയ്ക്കാനാകും. പാലത്തിൻ്റെ ആവശ്യമുന്നയിച്ച് ഇരുകരകളിലെയും പ്രദേശവാസികൾ 2 പതിറ്റാണ്ടായി ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഫലമായി മപ്പാട്ടുകര എളാട് പാലത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും സാധ്യതാ പഠനത്തിനും 50 ലക്ഷം രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തുകയും ചെയ്തു. സർവേ നടത്തി ഇവിടെ പാലത്തിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. 2 ഭാഗത്തും അപ്രോച്ച് റോഡുകളുമുണ്ട്. സ്ഥിതികൾ അനുയോജ്യമായിട്ടും പാലത്തിൻ്റെ നിർമ്മാണം നീണ്ടുപോകുന്നതിനെതിരെ മുതുകുറിശി എളാട് കേന്ദ്രീകരിച്ച് പാലം ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കടന്നവൻകാട് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആക്ഷൻ കമ്മിറ്റി രൂപീകരണ യോഗം MA അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ കേരളത്തിന് അനുവദിക്കാത്തതിന്റെ പ്രയാസങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും നമുക്ക് ഈ ബജറ്റിലെ ഒരു സംഖ്യ ഈ പാലത്തിന് വേണ്ടി വകയിരുത്താൻ വേണ്ടി പറയണമെങ്കിൽ നമ്മൾ ഇത്തരം ആക്ഷൻ കൗൺസിലിലൂടെ നമുക്ക് ജനങ്ങളുടെ ഈ ശ്രദ്ധ, നമുക്ക് ഇവിടെയുള്ള ഈ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതില് ഏറ്റവും വലിയ മാർഗം എന്താ? ദൃശ്യമാധ്യമങ്ങളിലൂടെ അതുപോലെ ജനങ്ങളുടെ ആക്ഷൻ കൗൺസിലിൽ ചേർന്ന് വലിയ പ്രമേയങ്ങളും അതേമറ്റുള്ള എന്താ പറയാ ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് അത് ഇവിടുത്തെ MLA, നമ്മളുടെ ബഹുമാനപ്പെട്ട MLA നജീബും അതുപോലുള്ള പട്ടാമ്പി MLA മുഹസിൻ മുഖാന്തരമൊക്കെ നമുക്ക് ഗവൺമെന്റിന്റെ അങ്ങോട്ട് സെക്രട്ടറിയുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ ചെയ്യണം. അപ്പോൾ PK രാജഗോപാൽ, ഗ്രാമപഞ്ചായത്ത് അംഗം E ഗിരിജ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MR മനോജ്, അബ്ബാസ് ദാരിമി, രാജൻ പൂതനായിൽ, സുരേഷ് മഠത്തിൽ, വേലായുധൻ, അഡ്വക്കേറ്റ് മസൂദ്, ശിവശങ്കരൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീനിവാസൻ കിഴക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. M ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക്, ഒട്ടേറെ രോഗികൾക്ക്, ഒട്ടേറെ യാത്രക്കാർക്ക് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ പള്ളികളുണ്ട്, ഹിഫ്ദ് കോളേജുണ്ട്, ക്ഷേത്രമുണ്ട്, നമ്മുടെ മുതുകുറിശി UP സ്കൂളുണ്ട്, ആശുപത്രികളുണ്ട്,
പെരിന്തൽമണ്ണ PTM കോളേജിൽ ഒട്ടേറെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ഈ ഒരു പാലം നിർബന്ധമാണ് കൂടിയെത്തിയുള്ളത്. ഇതില്ലാത്തതിന്റെ ഗതികേട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ലായ കറങ്ങി 30-35 കിലോമീറ്റർ വേണം നമുക്കൊരു ഹോസ്പിറ്റൽ സിറ്റിയായി പെരിന്തൽമണ്ണയിലെത്താൻ. അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള ഏത് ഭാഗത്ത് പോകണമെങ്കിൽ അതേസമയം വെറും 13 കിലോമീറ്റർ കൊണ്ട് നമുക്ക് പെരിന്തൽമണ്ണ എത്തിപ്പെടാൻ സാധിക്കുന്നു ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പല പദ്ധതികളും പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ ഇതിനുമായി ശക്തമായി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് പാലം വരുന്നതായിരിക്കും യാതൊരു സംശയമില്ല. ചില സമ്മർദ്ദങ്ങൾ കാരണം തീരെ അനുയോജ്യമല്ലാത്തതും 2 കിലോമീറ്റർ പാടം നികത്തി അപ്രോച്ച് റോഡ് നിർമ്മിക്കേണ്ടതുമായ പ്രദേശത്തേക്ക് പാലം നീക്കാനുള്ള ശ്രമം നാട്ടുകാരിൽ കടുത്ത അമർഷത്തിനിടയാക്കിയിട്ടുണ്ട്. അനുയോജ്യ സ്ഥാനത്ത് തന്നെ പാലം വരണമെന്നാണ് കക്ഷിഭേദമന്യേ നാട്ടുകാരുടെ ആവശ്യം. ഇതിനായി ജനപ്രതിനിധികളെയും അധികാരികളെയും സമീപിക്കുന്നതോടൊപ്പം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. ഏലംകുളം പഞ്ചായത്തിലെ എളാടിനെയും പുലിക്കല്ലൂർ പഞ്ചായത്തിലെ മപ്പാട്ടുകരയും ബന്ധിപ്പിച്ച് കൂതപ്പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിന് കാലതാമസം വരുന്നതിൽ ഈ യോഗം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഗതാഗത, വിനോദസഞ്ചാര, ആരോഗ്യ, വാണിജ്യ രംഗത്ത് ഉണർവ് പ്രതീക്ഷിക്കുന്ന പ്രസ്തുത പാലത്തിന് എല്ലാ തടസ്സങ്ങളും നീക്കി നിർമ്മാണം എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് ഈ യോഗം അധികാരികളോട് ആവശ്യപ്പെടുന്നു. ഈ 2 വാചകങ്ങളാണ് നമ്മളിവിടെ പ്രമേയമായി ഉദ്ദേശിക്കുന്നത്. സദസ്സിന്റെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. മാരക മയക്കുമരുന്നായ 4.13 ഗ്രാം MDMA-യുമായി യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴെ അരിപ്ര സ്വദേശി മദാരി വീട്ടിൽ മുഹമ്മദ് ഫാസിൽ ഫിറോസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ പ്രേംജിത്തിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചനും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. മുഹമ്മദ് ഫാസിൽ ഫിറോസ് പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും പരിസര പ്രദേശങ്ങളിലുമായി യുവാക്കൾക്ക് MDMA ചില്ലറ വിൽപ്പന നടത്തുന്ന ആളാണെന്ന് പോലീസ് പറഞ്ഞു. MDMA തൂക്കി വിൽക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും ചെറിയ കവറുകളും ഇയാൾ സഞ്ചരിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു. ഈ മയക്കുമരുന്ന് കടത്തിന്റെ ഉറവിടത്തെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് ഇൻസ്പെക്ടർ പ്രേംജിത്ത് അറിയിച്ചു. പ്രതിയെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ചുമതലയുള്ള നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനതലത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 1-ാം സ്ഥാനത്ത്. നഗരസഭകളിൽ പെരിന്തൽമണ്ണ നഗരസഭയാണ് 1-ാം സ്ഥാനത്ത്. 2023-2024 സാമ്പത്തിക വർഷത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ഫണ്ട് വിനിയോഗം ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിലാണ് വിലയിരുത്തിയത്. 2023-24 സാമ്പത്തിക വർഷത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതി ഫണ്ട് വിനിയോഗം വിലയിരുത്തുന്നതിന് മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ 43.52% ചിലവഴിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തിനാണ് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം. നഗരസഭകളിൽ 52.05% ചിലവഴിച്ച് പെരിന്തൽമണ്ണ നഗരസഭ സംസ്ഥാനത്ത് 1-ാം സ്ഥാനത്തെത്തി. 48.24% ചിലവഴിച്ച് പൊന്നാനി നഗരസഭയ്ക്കാണ് 2-ാം സ്ഥാനം. ഗ്രാമപഞ്ചായത്തുകളിൽ 54.23% ചിലവഴിച്ച തിരുവാലി ഗ്രാമപഞ്ചായത്ത് സംസ്ഥാന തലത്തിൽ 3-ാം സ്ഥാനം നേടി. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി തുക ചെലവഴിക്കുന്നതിന് ജില്ലാ ആസൂത്രണ സമിതി യോഗം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകി. DPC ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ MK റഫീഖ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ AM സുമ, DPC മെമ്പർമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷന്മാർ, സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ചരിത്രവും ചരിത്ര നായകന്മാരുമൊന്നും തിരോധമാക്കപ്പെടേണ്ടവരല്ലെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തിൻ്റെ സംസ്കൃതി കാത്തുസൂക്ഷിക്കാൻ വിദ്യാലയങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി പറഞ്ഞു. ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 58-ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ഒരു രീതിയിലുള്ള അസമത്വങ്ങളും വിഭാഗീയതയും വെച്ചു പുലർത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും
വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ രാജ്യത്തിന് പുരോഗതി നേടാനാവൂ എന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾ നാളെ എന്ത് പഠിക്കണം, എന്ത് പഠിക്കാൻ കഴിയും, അതെല്ലാം ചോദ്യങ്ങളായി മാറുകയാണ് വർത്തമാനകാലത്ത്. ഏതായിരുന്നാലും ചരിത്രം സൃഷ്ടിച്ച നായകന്മാരും തിരോഭൂതമാക്കപ്പെട്ടുകൂടാ. പ്രിയപ്പെട്ട മക്കൾ പഠിച്ചതും പഠിക്കേണ്ടതും എല്ലാം തന്നെ ആരാണ് ഈ രാജ്യത്തിൻ്റെ വിധാതാക്കൾ, ആരാണ് ഈ രാജ്യത്തിൻ്റെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം നടത്തി ജീവാർപ്പണം സമർപ്പിച്ച സാക്ഷികളാരാണ്? ഉത്തമ പൗരന്മാർ, മറ്റു കാര്യം, ഇതെല്ലാം മനസ്സിലാക്കിയാണ്. ഇതിന് പകരം ചരിത്രമോ ചരിത്ര നായകന്മാരോ ഏതെങ്കിലും നിലയിൽ തിരോഭൂതമാക്കപ്പെടുന്നത് നമുക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയുന്ന കാര്യമല്ല. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ, ബഹുമാനിക്കപ്പെട്ടവരെ ബഹുമാനിക്കാൻ, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാനൊക്കെ കഴിയുന്ന അത്യുന്നതമായ മാനുഷിക ധർമ്മം നിർവിഘ്നം നിർവഹിക്കാൻ കഴിയുന്നതാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ചൈതന്യം. അത് നഷ്ടപ്പെട്ടുകൂടാ. അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളും എല്ലാം തന്നെ ഈ രാജ്യത്തിൻ്റെ സംസ്കൃതി സൂക്ഷിക്കുന്ന കാര്യത്തിലെ അവിഭാജ്യ ഘടകങ്ങളാണ്. നമ്മുടെ മനസ്സ് പവിത്രീകരിക്കണം. അവിടെ ഒന്നും ഉണ്ടായി, അത് ലഹരി മരുന്നായാലും ശരി, വിഭാഗീയതയായാലും ശരി, വർഗീയതയായിരുന്നാലും ശരി, എന്തും നമ്മുടെ വളർന്നു വരുന്ന മക്കളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും നിലത്തിൽ കടന്നു വരാൻ ഒരവസരം ഉണ്ടാക്കാതിരിക്കുന്നതിന് നമുക്കെല്ലാം സുഭദ്രമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിനീതമായ വിശ്വാസം. രാജ്യത്ത് മികച്ച വിദ്യാഭ്യാസ സൗകര്യമുള്ള സംസ്ഥാനമായി കേരളം മാറിയതിനു പിന്നിൽ ചളവറ HSS പോലെയുള്ള പൊതുവിദ്യാലയങ്ങളും അവയിൽ നിന്ന് സാധാരണക്കാർക്ക് ലഭിക്കുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകരായ കെ കോമളവല്ലി, PK ജയശ്രീ, ടി ജമീല, പി ഹരിദാസൻ, CP മുഹമ്മദ് മുസ്തഫ എന്നിവർക്കുള്ള സ്റ്റാഫിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഉപഹാരങ്ങൾ ചടങ്ങിൽ ചളവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു, സ്കൂൾ മാനേജർ MP ഗോവിന്ദരാജൻ മാസ്റ്റർ എന്നിവർ വിതരണം ചെയ്തു. സ്കൂൾ മാനേജറും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന അന്തരിച്ച PK സുധാകരൻ മാസ്റ്ററുടെ ഫോട്ടോ മന്ത്രി അനാച്ഛാദനം ചെയ്തു. PhD നേടിയ രാജീവ് മാസ്റ്റർക്കും സ്കൂളിലെ മറ്റു പ്രതിഭകൾക്കുമുള്ള ഉപഹാരങ്ങൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക AC രജിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജനപ്രതിനിധികളായ P മുഹമ്മദ് ജാബിർ, A പ്രഭാവതി, K ഗീത, PK അനിൽകുമാർ, UP രാധിക, ഷൊർണൂർ BPC K അജിത് ശങ്കർ, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി A ചന്ദ്രമോഹൻ മാസ്റ്റർ, മുൻ മാനേജർമാരായ U രാമകൃഷ്ണൻ, K വേണുഗോപാലൻ മാസ്റ്റർ, MP ബാലൻ, ലോക്കൽ സെക്രട്ടറി PK ജയപ്രകാശ്, VKP വിജയനുണ്ണി, T അബ്ദുൾ ഷുക്കൂർ, KV ജയൻ, പ്രിൻസിപ്പൽ KB സുനിൽ രാജ്, ഡെപ്യൂട്ടി HM ജ്യോതി, സ്കൂൾ പാർലമെൻറ്റ് ചെയർമാൻ ഇസ്ഹാന PY എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് മനോജ് പതാക ഉയർത്തിയതോടെയാണ് വാർഷികാഘോഷ പരിപാടികൾ തുടങ്ങിയത്. കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായി. 100ഓളം കുട്ടികൾ അണിനിരുന്ന മെഗാ ഡാൻസ് അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും വനനശീകരണത്തിനെതിരായ സന്ദേശം കൊണ്ടും ശ്രദ്ധേയമായി. ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല മേഖലയ്ക്കും ഊന്നൽ നൽകിയുള്ള വികസന നിർദ്ദേശങ്ങളുമായി കുമരമ്പത്തൂർ പഞ്ചായത്ത് വികസന സെമിനാർ. കാർഷിക മേഖലയിൽ ഉയർന്ന ഉൽപാദനവും ഗ്രാമീണ റോഡുകൾ, പാർപ്പിടങ്ങൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുന്ന നിർദ്ദേശങ്ങളാണ് സെമിനാറിൽ ഉയർന്നത്. ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുക, ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക, പച്ചക്കറി, മുട്ട ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും സെമിനാറിൽ ഉയർന്നു വന്നു. വീടില്ലാത്തവർക്ക് വീട്, ഗ്രാമീണ റോഡുകളുടെ വികസനം എന്നിവയിൽ ഊന്നിയ പദ്ധതികൾ സമയബദ്ധമായി നടപ്പാക്കണമെന്നും സെമിനാർ നിർദ്ദേശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 30% അടുത്ത് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം വന്നു നിൽക്കുന്നത്. ഇനിയും ശേഷിക്കുന്ന 2 മാസത്തോളം കാലം 100% പദ്ധതി വിഹിതം ഏറ്റെടുക്കണമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കഴിഞ്ഞ ശ്രമത്തിലാണ്.
കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുമ്മനംകുത്ത് ഗ്രാമപഞ്ചായത്ത് പദ്ധതികൾ 90%, 95% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ വർഷം 100% ആക്കണമെന്നാണ് വിചാരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് റസീന വറോഡൻ അധ്യക്ഷത വഹിച്ചു. കരട് വികസന പദ്ധതി രേഖ ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ നൽകി പ്രകാശനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ സഹദ് അരിയൂർ പദ്ധതി വിശദീകരിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KPS പയനേടം, സ്ഥിരം സമിതി അധ്യക്ഷരായ PM നൌഫൽ തങ്ങൾ, ഇന്ദിരാ മടത്തുപുള്ളി, അംഗങ്ങളായ D വിജയലക്ഷ്മി, മേരി സന്തോഷ്, P അജിത്ത്, രുക്മിണി കുഞ്ചീരത്ത്, KK ലക്ഷ്മിക്കുട്ടി, മുഹമ്മദ് ഷമീർ, മുഹമ്മദ് ഷെരീഫ്, ഉഷ വള്ളുവമ്പുഴ, സിദ്ദീഖ് മലിയിൽ, ശ്രീജ, ഹരിദാസ് ആഴുവാഞ്ചേരി, ഖാദർ കുത്തനിൽ, സെക്രട്ടറി V ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. ഫെബ്രുവരി 16-ന് കുളപ്പുള്ളിയിൽ വെച്ച് നടക്കുന്ന KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി യാത്ര വിജയിപ്പിക്കാൻ കുലുക്കലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. എറവത്ര പ്രദേശത്തു നിന്നും കോൺഗ്രസിൽ വന്നവർക്കുള്ള സ്വീകരണവും യോഗത്തിൽ വെച്ച് നടന്നു. കുലുക്കലൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കും ഭരണസ്തംഭനത്തിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനും ഫെബ്രുവരി 4-ന് തൃശൂരിൽ വെച്ച് നടക്കുന്ന AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം വിജയിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MP മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായി. രാജൻ പൂതനായിൽ, MK ഗഫൂർ, സുനിത രാജൻ, സദാനന്ദൻ മുളയങ്കാവ്, വാപ്പു, KP അയ്യപ്പൻ, കൊലവൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിബിൽ, നിസാർ, ബാലൻ കുലുക്കലൂർ, മുത്തു, ബഷീർ വലിയപറമ്പ്, ജലീൽ പള്ളിയാൽത്തൊടി, സുകുമാരൻ കുലുക്കല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. അടയ്ക്കപ്പത്തൂർ ഹൈസ്കൂളിലെ 1970-71 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ ഗുരുശിഷ്യ കുടുംബ സ്നേഹക്കൂട്ടായ്മ നടന്നു. സീനിയർ അധ്യാപകൻ KN ദാമോദരൻ നമ്പൂതിരി യോഗം ഉദ്ഘാടനം ചെയ്തു. സഹപാഠി സംഗമം 2024 എന്ന പേരിലാണ് അടയ്ക്കപ്പത്തൂർ ഹൈസ്കൂളിലെ 1970-71 SSLC ബാച്ച് വിദ്യാർത്ഥികളുടെ ഗുരുശിഷ്യ കുടുംബ സ്നേഹക്കൂട്ടായ്മ സ്കൂളിൽ വെച്ച് നടന്നത്. അന്തരിച്ച മുൻ അധ്യാപകരെയും അനധ്യാപകരെയും സഹപാഠികളെയും യോഗത്തിൽ അനുസ്മരിച്ചു. ദാമോദരൻ നമ്പൂതിരി, രവീന്ദ്രൻ, കമലം എന്നീ അധ്യാപകരെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. യോഗത്തിൽ കൺവീനർ CP ജനാർദ്ദനൻ അധ്യക്ഷനായി. K ശങ്കരൻ, ബാലകൃഷ്ണൻ കല്ലുവഴി, C ശങ്കരനാരായണൻ, പ്രകാശ് ബാബു, CP ജനാർദ്ദനൻ, മനോഹരൻ, ശങ്കരൻ, ഹംസ, സുഭദ്ര, മാധവൻ, അലി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികൾ അരങ്ങേറി. പൂക്കോട്ടുകാവ് കല്ലുവഴി മെയ്ക്കാങ്കാവ് താലപ്പൊലി ഉത്സവം ആഘോഷിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന വേല എഴുന്നള്ളിപ്പ് വർണ്ണാഭമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് അഷ്ടപതി, മേളം, ഉച്ചപൂജ എന്നിവയുണ്ടായി. വൈകിട്ട് 4 മണിക്ക് ദേവസ്വം വക മേളം, 3 ഗജവീരന്മാരുടെയും കല്ലുവഴി പ്രകാശനം സംഘവും നേതൃത്വം നൽകിയ പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ കിഴക്കൻ വേലവരവ്. 5:15-ന് 3 ഗജവീരന്മാരുടെയും കല്ലുവഴി മുരളീൻ നമ്പീശനും സംഘവും നേതൃത്വം നൽകിയ പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ പടിഞ്ഞാറൻ വേലയും, തുടർന്ന് 1 ഗജവീരൻ്റെയും കല്ലുവഴി രാധാകൃഷ്ണനും സംഘവും നേതൃത്വം നൽകിയ പാണ്ടിമേളത്തിൻ്റെയും അകമ്പടിയോടെ വടക്കൻ വേലയും കാവ് കയറി. തുടർന്ന് നാദസ്വരം, തായമ്പക, കേളി, പറ്റ്, കളംപാട്ട്, താലം നിരത്തൽ. 9 മണിക്ക് സർഗവീണ തിരുവനന്തപുരം അവതരിപ്പിച്ച രുദ്രപ്രജാപതി ബാലയും അരങ്ങേറി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ.
ശ്രീകൃഷ്ണപുരം സെൻട്രൽ സ്കൂളിൻ്റെ 21ാമത് വാർഷികം എസ്പെറൻസ 2024 സമുചിതമായി ആഘോഷിച്ചു. കെ പ്രേംകുമാർ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖല, വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞിട്ടുണ്ട്, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്ത് പകരുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം എന്ന്. പഠിക്കുന്ന ഒരാളും വിദ്യാഭ്യാസം നേടിയ ഒരാളും വിദ്യാഭ്യാസം നേടാത്ത ഒരാളും ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടാകുമ്പോൾ അതിനെ നേരിടുന്നത്, അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാകണം എന്നതാണ് ഗാന്ധി സൂചിപ്പിച്ചത്. അത് വിദ്യാഭ്യാസം നേടിയ ആൾക്ക് നിശ്ചയമായും വളരെ ആത്മവിശ്വാസത്തോടെ ആ പ്രശ്നത്തെ, പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. മാനേജർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് മഞ്ജുഷ വിശിഷ്ടാതിഥിയായി. പ്രിൻസിപ്പൽ ഡൈസ്കി മാത്യു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ വിജയൻ, രാജൻ, അനിത, PTA പ്രസിഡന്റ് ചന്ദ്രിക എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത റിയ ഫാത്തിമ, അനില ബാലകൃഷ്ണൻ, ആദിശങ്കർ, അക്ഷയ് കൃഷ്ണ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഐക്കണും കലാപ്രതിഭയുമായി തിരഞ്ഞെടുത്ത നീരജ് K നായർ, കലാതിലകങ്ങളായി തിരഞ്ഞെടുത്ത ശിവലയ, ദേവാത്മിക P നന്ദൻ എന്നിവരെയും അനുമോദിച്ചു. തുടർന്ന് കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി. മണ്ണാർക്കാട് MET ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം റിഗാലിയ 2K24 ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക സമ്മേളനവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ആസ്വദിക്കാനായി നിരവധി പേരാണ് എത്തിയത്. MET സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളെയും വിശിഷ്ടാതിഥികളെയും ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചുകൊണ്ടായിരുന്നു വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. MET സ്കൂൾ സെക്രട്ടറി ജോബ് ഐസക് സ്വാഗതം ചെയ്തു. വള്ളുവനാടിന്റെ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റു വിദ്യകളൊക്കെ സാധിക്കുന്നു. പരീക്ഷയിൽ പാസ്സായി ഡിഗ്രികളും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രികളും ഡോക്ടറേറ്റ് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം നല്ല മനുഷ്യരായി തീരാനുള്ള ഒരു വിദ്യാഭ്യാസം. എനിക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ലോകത്ത് ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിദ്യാസമ്പന്നരായ ആളുകൾ അല്ലേ? വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടല്ല ആളുകൾ ഈ യുദ്ധം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു. MET സ്കൂൾ പ്രസിഡന്റ് C മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം NM ശ്രീഹരി മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പാൾ VA അജയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ഫൗണ്ടർ പ്രസിഡന്റ് അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. MET സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളായ മത്തായി E. പെൻ, വിനു ജേക്കബ് തോമസ്, പ്രൊഫസർ സാബു ഐപ്പ്, K. ശിവദാസൻ, TK സുബ്രഹ്മണ്യൻ, ബിജുമോൻ T. ഇലവുങ്കൽ, T. യാസിർ, അബു താഹിർ എന്നിവർ പ്രസംഗിച്ചു. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലക്കാട് സൈനിക സൗഹൃദ കൂട്ടായ്മയും മണ്ണാർക്കാട് മദർ കെയർ ആശുപത്രിയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലയിലെ വീരമൃത്യു വരിച്ച സൈനികരുടെ ഓർമ്മയ്ക്കായി മൗനപ്രാർത്ഥനയോടെയായിരുന്നു രക്തദാന ക്യാമ്പിന് തുടക്കം കുറിച്ചത്. ക്യാമ്പിൽ 20ഓളം സൈനികരും ടൈഗേഴ്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളും രക്തദാനം ചെയ്തു. മദർ കെയർ അഡ്മിനിസ്ട്രേറ്റർ വിനോദ് കുമാർ, PSSK രക്ഷാധികാരി അനിൽകുമാർ, നഴ്സിംഗ് സൂപ്രണ്ട് ജോമി, PSSK സെക്രട്ടറി സദാനന്ദൻ PV, ടൈഗേഴ്സ് അക്കാദമിയുടെ സ്ഥാപകൻ ശ്രീജിത്ത് മേനോൻ, ആൻസൽ ബാബു, ജിനു പത്തിരിപ്പാല, ആന്റണി ചിറ്റൂർ, പ്രവീൺ അകത്തേത്തറ, പ്രവീൺ മണ്ണാർക്കാട്, അജിൻ കടമ്പഴിപ്പുറം, രാഹുൽ നെന്മാറ എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയക്കാരുടെ അനഭിലഷണീയമായ പ്രവണതകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ഇന്ത്യയിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് സമയമായെന്നും VM സുധീരൻ. ചരിത്രവും ചരിത്ര നായകന്മാരുമൊന്നും തിരോധമാക്കപ്പെടേണ്ടവരല്ലെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രാജ്യത്തിന്റെ സംസ്കൃതി കാത്തുസൂക്ഷിക്കാൻ വിദ്യാലയങ്ങളും വിദ്യാർത്ഥികളും പ്രതിജ്ഞാബദ്ധരാണെന്നും മന്ത്രി. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രയ്ക്ക് അമിത നിരക്ക് ഈടാക്കുന്നതായുള്ള പരാതി സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന മലപ്പുറം ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രമേയം. ജില്ലയിൽ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാൻ പരമാവധി കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനും ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. മലബാറിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബിസിനസ് കോൺക്ലേവിന് പെരിന്തൽമണ്ണ വേദിയാകും. ഫെബ്രുവരി 2-3 തീയതികളിലായി നടക്കുന്ന സെമിനാർ വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. മലബാറിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് നജീബ് കാന്തപുരം MLA. കോട്ടയം മണ്ണാർക്കാട് പാലക്കയം സർവീസ് വെട്ടിച്ചുരുക്കി KSRTC. 30 വർഷമായി ഉണ്ടായിരുന്ന സർവീസാണ് മണ്ണാർക്കാട് വരെയാക്കി ചുരുക്കിയത്. മലയോര മേഖലയായ പാലക്കയത്തുകാർക്ക് തിരിച്ചടിയായത് KSRTCയുടെ പുതിയ പരിഷ്കാരങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.